ദിലീപിനൊപ്പം 4-5 സിനിമകൾ അടുപ്പിച്ച് ചെയ്തതോടെ തന്നെ ഭാവനയും അന്ന് ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദം ദിലീപിനെയും കടന്നു വളർന്നു. ആ ഇടയ്ക്കാണ് വിദേശത്ത് വെച്ച് ഒരു സ്റ്റേജ് പ്രോഗ്രാം നടന്നത്. ഭാവനയും കാവ്യമാധവനും ദിലീപുമൊക്കെ പങ്കെടുത്ത താരസമ്പന്നമായ ഒരു സ്റ്റേജ് പ്രോഗ്രാം. അവിടെ വെച്ച് കാവ്യയും ദിലീപും അടുത്തിടപഴകുന്നത് കണ്ട ഭാവന അക്കാര്യം അപ്പോൾ തന്നെ മഞ്ജുവിനെ വിളിച്ചറിയിച്ചു. ഇതറിഞ്ഞ ദിലീപ് ഭാവനയോട് ദേഷ്യപ്പെട്ടു. എന്നാൽ ഭാവന തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഇതോടെ ദിലീപിന്റെ ശത്രുത ഇരട്ടിച്ചുവത്രേ. പിന്നീട് ഭാവനയുടെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയാണ് ഭാവനയോട് ദിലീപ് പ്രതികാരം ചെയ്തത്. വൈശാഖിന്റെ കസിൻസ് എന്ന ചിത്രത്തിൽ ഭാവന കരാർ ഒപ്പിട്ടിരുന്നു. അവസാന നിമിഷം നടിയെ പുറത്താക്കി. അന്വേഷിച്ചപ്പോൾ ദിലീപാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്നറിഞ്ഞത്രേ. തുടർന്ന് ഭാവന അമ്മയിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തുടരെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. വല്ലപ്പോഴും മലയാളത്തിൽ അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും മുഖ്യധാരാ ചിത്രങ്ങളായിരുന്നില്ല. 2010 റിലീസ് ചെയ്ത മേടിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിലാണ് ദിലീപും ഭാവനയും ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. 2011 റിലീസ് ചെയ്ത അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന ചിത്രം വരെ ഭാവനയ്ക്ക് മലയാളത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെട്ട നടി കന്നഡയിലും തെലുങ്കിലും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം മലയാളത്തിൽ നല്ല ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല. ദിലീപുമായുള്ള ശത്രുതയാണ് കാരണം എന്ന് അന്നു മുതൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഇപ്പോൾ കല്യാണത്തിനും ഭാവനയെ കാണാതായതോടെ ഈ ശത്രുത സത്യമാണെന്ന് പാപ്പരാസികൾ ഉറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.